How's it going? I'm Bismaya. Welcome to saltmangopickle. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ഡ്രൈ ചില്ലി ചിക്കൻ ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 3/4 കിലോ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, മുട്ട 1, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ, ഒണിയൻ ഡൈസ്ഡ് 3 എണ്ണം, ക്യാപ്സിക്കം ഡൈസ്ഡ് 2 എണ്ണം, ടൊമാറ്റോ ഡൈസ്ഡ് 1 എണ്ണം, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ ഡ്രൈ ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കന് വേണ്ട രീതിയിൽ ഞാൻ ബോക്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അതും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കന് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടി ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫുഡ് കളറും ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാരിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. കടായി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കന് നമുക്കിതുപോലെ വറുത്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചില്ലി ചിക്കന് വേണ്ട ബാക്കിയുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച എണ്ണ തന്നെ കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ടേ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ക്യാപ്സിക്കം അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം.
ക്യാപ്സിക്കം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തൊന്ന് വഴറ്റിയിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തൊന്ന് ഇളക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രൈ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ എത്ര കഴിച്ചാലും മതി വരാത്തത്രയും ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താഴെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.